This is the third session of the topic electrochemistry. Today I am discussing the Nernst equation. Nernst equation is the quantitative relationship between the concentration of the electrolyte solution and the electrode potential. In order to explain this equation, Nernst equation, I am considering an electrode, that is Mn plus / M. That means metal with N plus, that is the oxidation rate N plus, that is gaining electrons and it becomes metal M. The reduction reaction is Mn plus N electron giving M. That is metal with the N plus oxidation rate is gaining N electron and it is becoming metal M. The Nernst equation can be written for this electrode as E electrode is equal to E0 electrode minus RT by NF ln concentration of M by concentration of Mn plus, where E is the normal electrode potential, E0 is the standard electrode potential, R is the universal gas constant, T is the temperature, N is the number of electrons involved in the reaction, F is the Faraday, ln means the natural logarithm, and concentration of M is concentration of this product divided by concentration of the reactant, that is Mn plus. In this electrode reaction, the product is M and the reactant is Mn plus. So concentration of product by concentration of the reactant. In case instead of minus sign, if you are putting plus sign, then there is ln concentration of Mn plus divided by concentration of M. അതായത് ഈ ഇക്വേഷനെ നെഗറ്റീവ് സൈൻ ഉപയോഗിച്ചാണെങ്കിൽ പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് ആണ് ഇവിടെ വരിക. പോസിറ്റീവ് സൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് Mn പ്ലസ് എന്നുള്ളത് മുകളിലും M എന്നുള്ളത് താഴെയായിട്ടും വരും. അപ്പൊ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഒരു ടൈപ്പ് ഇക്വേഷൻ മാത്രം പഠിക്കുന്നത് എന്നുള്ളത്, ദാറ്റ് ഈസ് മൈനസ് സൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് നാച്ചുറൽ ലോഗരിതത്തിലാണ്. ഇതിനെ ബേസ് 10 ലോഗരിതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ചേഞ്ച് ചെയ്തിട്ട് ഈ ഇലക്ട്രോഡ് ഇസ് ഈക്വൽ ടു E0 ഇലക്ട്രോഡ് മൈനസ് 2.303 RT by NF log concentration of M by concentration of Mn plus now. അത് നാച്ചുറൽ ലോഗരിതത്തിനെ ബേസ് 10 ലോഗരിതത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ഇതില് പല വാല്യൂസും കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ഫോർ എക്സാമ്പിൾ R എന്ന് പറഞ്ഞ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് 298 കെൽവിൻ. Then Faraday, 1 Faraday is equal to 96,500 coulombs ആണ്. N എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ. ഇപ്പൊ സിങ്ക് ആണെങ്കിൽ സിങ്ക് 2+ അയോൺ 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്താണ് സിങ്ക് ആയിട്ട് മാറുക. Cu 2+ അയോൺസ് 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുമ്പോൾ Cu ആയിട്ട് മാറും. അപ്പൊ അവിടെ ഇൻവോൾവ് ചെയ്യുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. N becomes equal to 2 ആയിരിക്കും. അപ്പൊ ആ റിയാക്ഷൻ, ആ ഇലക്ട്രോൺ റിയാക്ഷൻ അനുസരിച്ചാണ് എന്നിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ N എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. Then another point is that ഈ മെറ്റൽ കോൺസെൻട്രേഷൻ ഓഫ് M എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അത് പ്യുവർ ആയിട്ടുള്ള സോളിഡ്സ് ആയാലും ലിക്വിഡ്സ് ആയാലും ഗ്യാസസ് ആയാലും അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇവിടെ എമ്മിന്റെ കോൺസെൻട്രേഷൻ 1 ആണ്. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. That is, the equation becomes E electrode is equal to E0 electrode minus 0.059 by N log 1 by concentration of Mn plus. ഇതാണ് ഒരു ഇലക്ട്രോഡിന്റെ Nernst equation. ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യാനുള്ള Nernst equation ആണ് this one. ഇതിൽ E0 ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. അത് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് സ്റ്റാൻഡേർഡ് അല്ലാത്തൊരു കണ്ടീഷനിൽ കോൺസെൻട്രേഷൻ
1 മോളാർ അല്ലാത്ത അവസ്ഥയിൽ അത് സ്റ്റാൻഡേർഡ് അല്ല. ആ കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് നേൺസ്റ്റ് ഇക്വേഷൻ പറയുന്നത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തരുന്ന ഒരു ഇക്വേഷൻ ആണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഇത് ഒരു ഇലക്ട്രോഡിന്റെ കേസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ സെൽ പൊട്ടൻഷ്യൽ. So in order to explain this, we can use the example of Daniell cell. Daniell cell copper ആണ് കാഥോഡ്, സിങ്ക് ആണ് ആനോഡ്. അപ്പോൾ കോപ്പറിന്റെയും സിങ്കിന്റെയും നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യാം. That is, zinc is the anodic half cell. Then the electrode potential of zinc is equal to E0 of zinc 2 plus slash zinc. That means zinc, that is IUPAC system അനുസരിച്ച് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം സിങ്ക് എന്ന് പറയുന്ന ആനോഡാണ്, അതിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. പക്ഷെ നേൺസ്റ്റ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓരോ ഇലക്ട്രോഡിനും റിയാക്ഷൻസിനെ റിഡക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സിങ്ക് 2 പ്ലസ് എന്നുള്ള അയോൺ റെഡ്യൂസ് ചെയ്ത് സിങ്ക് ആയിട്ട് മാറും. അവിടെ ഇക്വേഷൻ -2.303 RT by NF log concentration of zinc by concentration of zinc 2 plus, because the half cell reaction of the that is zinc electrode is zinc 2 plus 2 electron giving zinc. That is the reduction reaction. That is metal ion is gaining electron and becoming metal. So the product is zinc and the reactant is zinc 2 plus. So we can write it like this: Zn2 plus is gaining 2 electron and becomes zinc. The product is zinc, product by reactant is zinc 2 plus ion. Similarly, copper electrode in the electrode potential in Nernst equation is Zu2 plus slash Cu equal to E0 of Cu2 plus slash Cu minus 2.303 RT by NF log concentration of Cu by concentration of Cu2 plus. ഇവിടെ നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ ആയിട്ടാണ് ഇലക്ട്രോണിന്റെ റിയാക്ഷനെ കൺസിഡർ ചെയ്യുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെറ്റലും റിയാക്ടന്റ് എന്ന് പറയുന്നത് അതിന്റെ അയോണുമാണ്. Then as we know that E cell equal to E cathode minus E anode. E cell എന്ന് പറയുന്നത് കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ഡാനിയൽ സെല്ല് കോപ്പർ ആണ് കാഥോഡ്, സിങ്ക് ആനോഡാണ്. അങ്ങനെയാണെങ്കിൽ E cell equal to E Zu2 plus bar Cu minus E Zn2 plus slash Zn. ഇവിടെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലാഷ് ഇട്ട് നമ്മൾ എഴുതുന്നതാണ് കറക്റ്റ് മെത്തേഡ്. ഇൻ കേസ് അവിടെ E Cu മൈനസ് E Zn എഴുതിയാലും പ്രോബ്ലം ഇല്ല. കറക്റ്റ് വേ എന്ന് പറയുന്നത് Zn2 plus slash Cu എന്ന് കറക്റ്റ് ആയിട്ട് എഴുതണം. That's equal to this equation. If this is first equation, the second equation, we are writing 2 minus 1. Here, in order to determine this E cell, we are actually doing equation 2 minus equation 1. So, E0 of Cu2 plus slash Cu minus E0 of Zn2 plus slash Zn minus 2.303 RT by NF എന്നുള്ള കോമൺ ഫാക്ടർ ആണ്. Then bracket log of Cu by Cu2 plus minus log of concentration of zinc by concentration of zinc 2 plus. Then equation from this equation we can write it E cell equal to, this can be considered as E0 cell because E0 of cathode minus E0 of anode, that is E0 of copper minus E0 zinc, that means E0 cell minus 2.303 RT by NF log concentration of, so according to the law of logarithm, log x minus log y is equal to log x by y.
So similarly, here log Zu by Zu2 plus minus log Zn by Zn2 plus can be written as so this can also be written as constant of Cu by Cu2 plus divided by constant of Zn by Zn2 plus. That means this can be written as E cell equal to E0 cell minus 2.303 RT by NF log concentration of Cu into concentration of Zn2 plus divided by concentration of Cu2 plus into concentration of Zn. That is E cell equal to E0 cell minus 2.303 RT by NF log concentration of Zn2 plus by concentration of Cu2 plus. Since the concentration of copper and concentration of zinc are considered as unity because they are in the pure metallic state. By simplifying this one, we can also written as E cell equal to E0 cell minus 0.059 by N log concentration of Zn2 plus by concentration of Cu2 plus. By substituting values of gas constant R, temperature T and Faraday F. R is 8.314 joule per Kelvin per mole. Temperature is 298 Kelvin. Then Faraday 96,500 coulombs. By substituting these values, we will get this equation. We know that N is equal to 2 in this particular reaction. This cell potential can be written very easily if you know the net reaction. There is no need of writing all this. If you know the net reaction of the Daniell cell. Net reaction of the Daniell cell is Zn plus Cu2 plus gives Zn2 plus Cu. Here the products are the concentration of product by concentration of reactants are. Products concentration zinc 2 plus ആയതുകൊണ്ട് copper concentration 1 ആണ് divided by concentration of zinc and concentration of Cu2 plus ആണ്. Zinc ന്റെ concentration 1 ആണ്. We can if you know the net reaction of a cell, we can directly write the expression of Nernst equation of cell potential like this. That is E cell equal to E0 cell minus 0.059 by N log concentration of product by concentration of the reactant. So similarly, if you know if you are having a general equation, for example AA plus BB giving CC plus DD, then the Nernst equation of for the cell potential can be written as E cell equal to E0 cell minus 2.303 RT by NF log concentration of the products. That means concentration of C raised to C, the concentration of D raised to D divided by concentration of A raised to A, the concentration of B raised to P. That means we know the net reaction of any cell,
we can directly write the Nernst equation for the cell potential like this. Okay. Then next topic is the equilibrium constant from the Nernst equation. That is, we can determine the equilibrium constant from the Nernst equation. When a cell reaction progresses, the concentration of the electrolytes also changes. As the concentration of the electrolyte decreases or changes, the electropotential also varies. So after a while, what happens is that the electrode potentials of the cathode and anode becomes equal. If they are becoming equal, there will not be any flow of electricity. That is, the flow of electricity stops when the electrode potential becomes equal. And that we can say that a stage is reached, that is equilibrium is reached. That is, electrode reaction progress ചെയ്തുടങ്ങിയാൽ ഇലക്ട്രോഡിലെ ഇലക്ട്രോലൈറ്റ്സിന്റെ കോൺസെൻട്രേഷൻ വേരി ചെയ്യും. കോൺസെൻട്രേഷൻ വേരി ചെയ്തതിനനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് മാറ്റം വരും. അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ രണ്ട് ഹാഫ് സെല്ലുകളും, അതായത് കാഥോഡിന്റെയും ആനോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ സ്റ്റേജിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് അവിടെ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയാം. അങ്ങനെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സെൽ പൊട്ടൻഷ്യൽ ബിക്കംസ് ഈക്വൽ ടു 0. സെൽ പൊട്ടൻഷ്യൽ 0 ആയിട്ട് മാറും. സെൽ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് അതിൽ നിന്ന് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് E cell equal to E0 cell minus 2.303 RT by NF log concentration of C raised to C into concentration of D raised to D by concentration of A raised to A, concentration of B raised to B. This is the Nernst equation for the general reaction, that is AA plus BB, reversibly giving CC plus DD, because we are considering an equilibrium reaction here. So, as we know the definition of this equilibrium constant is the ratio of the product of molar concentration of products to that of the reactants, where each concentration term is raised to the coefficient in the balanced chemical equation. As we have already studied this the last year, that is the equilibrium constant. So, if a reaction is at equilibrium, if the electrode reaction is at equilibrium, instead of this ratio we can write it as Kc, that is equilibrium constant. So E cell equal to E0 cell minus 2.303 RT by NF log Kc, where Kc is the concentration equilibrium constant. So at equilibrium, what happens is that E cell becomes equal to 0. So when this E cell equal to 0, E cell equal to 0 at equilibrium. Then E0 cell equal to 2.303 RT by NF log Kc. This is the relationship between standard cell potential and the equilibrium constant. Thus, equilibrium constant can be determined with the help of Nernst equation. That is, we are considering a general equation are considering AA plus BB reversibly giving CC plus DD. The reaction progresses electrolytes in the concentration മാറ്റം വരും, concentration മാറ്റം വരും, electropotential മാറ്റം വരും. രണ്ട് ഹാഫ് സെൽ ഇലക്ട്രോപൊട്ടൻഷ്യൽ തുല്യമാകുമ്പോൾ സെൽ പൊട്ടൻഷ്യൽ 0 ആവും. അങ്ങനെ സെൽ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ നമുക്ക് ആ സ്റ്റേജിൽ നമുക്ക് ഒരു ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇന്ന കേസ് നമുക്ക് അവിടെ സെൽ പൊട്ടൻഷ്യൽ നമുക്ക് Nernst equation റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ E cell equal to E0 cell minus 2.303 RT by NF
log concentration of C raised to C, D raised to D by concentration of A raised to A by concentration of B raised to B. ഈ എക്സ്പ്രഷൻ പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? E cell equal to E0 cell minus 2.303 RT by NF log Kc എന്ന് എഴുതാം. ഇതില് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ 0 ആണ്. അതായത് ഈ സെൽ 0 ആണെങ്കിൽ E0 സെല്ലിന്റെ എക്സ്പ്രഷൻ പറയുന്നത് 2.303 RT by NF log Kc എന്നുള്ളത്. That is the expression that gives the relationship between equilibrium constant and the standard cell potential. The next topic is the Gibbs energy, that is the relation between Gibbs energy and the cell potential. We can determine the value of Gibbs energy with the help of this cell potential. That means when that is, for example, the case of galvanic cell, when an electrical work is done, automatically its Gibbs energy will decrease, because Gibbs energy is the energy available to a system that can be converted to useful work. So if any electrical work is done, any electrical work നടക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഗിബ്സ് എനർജിക്ക് കുറവ് സംഭവിക്കും. ദാറ്റ് ഈസ് ആ ഗിബ്സ് എനർജിയും ആ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് we can return it is like this: delta G equal to minus NF E cell. Delta G ആ ഡിക്രീസ് എന്ന് പറയുന്നത് that is given by this expression delta G equal to minus NF E cell. This standard condition ആണെങ്കിൽ we can write it like this: delta G0 is equal to minus NF E0 cell. NF E0 cell. E0 സെല്ലിന്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. E0 സെൽ എന്ന് പറയുന്നത് 2.303 RT by NF log Kc ആണ്. ഈ എക്സ്പ്രഷൻ E0 സെല്ലിന്റെ ഈ എക്സ്പ്രഷൻ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ the equation becomes delta G0 equal to minus NF into 2.303 RT by NF log Kc. Common factors cancel ചെയ്യുകയാണെങ്കിൽ equation becomes delta G0 equal to minus 2.303 RT log Kc. This relationship gives the relationship between the change in the Gibbs energy of a system and the equilibrium constant. Equilibrium constant Gibbs energy change തമ്മിലുള്ള relationship തരുന്ന ഒരു equation ആണ് this one. Here R is the gas constant and T is the temperature. So these are the applications of the Nernst equation. Thank you.